ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളുടെ ഫ്ലാറ്റിലുള്ളത് ഇവിടെ എറണാകുളത്ത്. അപ്പോൾ അവള് അടുത്ത ആഴ്ച പോവുകയെന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഇതൊരു വലിയ ന്യൂസാണ്. അവൾ ആദ്യമായിട്ടാണ് പുതിയൊരു കൺട്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പർച്ചേസും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ എറണാകുളത്തുള്ളത്. അപ്പോൾ നമ്മൾ ലുലുവിലും പോകും, ഒന്നിക്ക് ലുലു പോലെ ഡെക്കാത്തലോണിൽ പോകും, പെട്ടിയും കാര്യങ്ങളും വാങ്ങണം. ആ ഒരു കാഴ്ചകളെല്ലാം ഈ ഒരു ബ്ലോഗിൽ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. തെറ്റ് തിരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം വിജന. ഓക്കെ, ഇവിടെ നല്ല മഴക്കാറിലുണ്ട്. കൊച്ചിയിലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമായിരിക്കും. ക്ലൗഡഡ് ആണ്, മഴ പെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. മഴ പെയ്യില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാം. കേട്ടെ, മഴ പെയ്യുമെന്ന് അറിയില്ല. ചെറുങ്ങനെ മഴച്ചാറ്റിലുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കാക്കനാട് കോട്ടയം മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഊബറും പിടിച്ച് ഒന്നും പറയണ്ട, എക്സ്പെൻസോട് എക്സ്പെൻസ് ആയിരിക്കും. നമ്മളെ സെക്യൂരിറ്റി ചേട്ടനാണ്. ചേട്ടാ ഹായ് പറ. ശരിക്കും നല്ല ക്ലൈമറ്റായി. ഇത് മഴ പെയ്യാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകായിരുന്നു. നമ്മളെ വീട്ടിലെ ഊണ് ഹോട്ടലാണ് താൽ കിച്ചൺ. പിന്നെ നിങ്ങൾക്ക് കൊച്ചിയിലെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇത് വേറെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, ടോക്ക് ഹൗസ്. ഇത് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേ റോഡാണ്. അത് ആ സൈഡിലാണ് ഇൻഫോ പാർക്ക് ഒക്കെ വരിക. നമ്മളതിൻ്റെ ബാക്ക് സൈഡ് എൻട്രി ഗേറ്റിൻ്റെ അതിലേക്ക് കൂടി പുറത്തേക്ക് പോകും. അതിനു മുന്നേ നമ്മൾ ആര്യസിൽ കയറിയിട്ട് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആര്യസിലുള്ളത്. നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. നോക്കാലോ എന്താ ഉള്ളത്, അവിടെ എന്താ ഉള്ളത് നോക്കാലോ. വെജിറ്റേറിയൻ മീലാണ് ഇവിടെ ഉണ്ടാവുക. നമ്മളെ വിശക്കുന്നുണ്ട്, എനിക്ക് ചോറ് വേണമെന്ന് ആഗ്രഹം. നോക്കാം ഉണ്ടാവും. ഇതാണ് ആര്യാസ്. നമുക്ക് ആദ്യം പോയിട്ട് കയ്യൊക്കെ കഴുകാം. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുക്കുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല ഗ്ലാസ് ഒക്കെ ആയിട്ട് പുറത്ത് എക്സ്പ്രസ് വേന്റെ റോഡൊക്കെ കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓർഡർ ചെയ്ത് വിജിനൊരു വെജ് നൂഡിൽസ് ഓർഡർ ചെയ്ത്. ഞാൻ ഒരു ഗോബി ബിരിയാണി ഓർഡർ ചെയ്തത്. ഗോബി ബിരിയാണിയാന്ന് ഇങ്ങനെയാന്നല്ലേ കൊണ്ടുവന്നില്ലല്ലേ? സെപ്പറേറ്റ് സോസ് കിട്ടും. നമ്മൾ സാധാരണ സോസ് ഭയങ്കര പുളി സോസും ഉണ്ട് അതിൻ്റെ കൂടെ. ഭയങ്കര പുളി. നമുക്ക് എന്നാൽ ഇത് കഴിക്കാം. നൂഡിൽസ് കണ്ടോ? ഇതിന് നൂഡിൽസ് ഓർഡർ ചെയ്തു. നമുക്ക് റൈത്ത ഉണ്ട്. റൈത്ത കുറച്ചുകൂടി കഴിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ബിരിയാണി കഴിച്ചിട്ട് എണ്ണയിലുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കില്ല. ഓയിലി ഫുഡ് മാക്സിമം ഒഴിവാക്കലാണ്. നമുക്കിപ്പം കഴിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രേവിങ്ങും ഉണ്ട്, കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. എനിക്ക് ഈ ടേസ്റ്റ് നല്ലോണം അറിയാം. ഞാൻ പഠിച്ചത് കോയമ്പത്തൂരായതുകൊണ്ട് ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റാണ്. നമ്മളെല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പിക്കിളും കൂട്ടാം. ഇഷ്ടമല്ല അല്ലേ? വിജനക്ക് ഇത് ഇഷ്ടമല്ല, ഈ ബിരിയാണി ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് തമിഴ് ഫുഡ്. എങ്ങനെയുണ്ട് വിജന? ഫുഡ് എങ്ങനെയുണ്ട്? വെജ് നൂഡിൽസ് അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന സോസ് അത്ര പോരാന്ന് പറയും. ടൊമാറ്റോ സോസ് ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ചാട്ടൊക്കെ നല്ലതാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നല്ലതാണ് വിജന പറയുന്നത്. ഓളെ അധികം കൂടെ വരുന്നത് വടാപ്പാവ്. വിജയൻ്റെ നമ്മുടെ അളിയന് ഭയങ്കര ഇഷ്ടമാണ് വടാപ്പാവ്. അതുകൊണ്ട് ഓരോ ഇടക്കിടക്ക് ഇവിടെ വന്ന് കഴിക്കലുണ്ട്. ഓക്കെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എനിക്ക് നല്ലോണം വിശന്നതിനു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. അവിടെ മെല്ലെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ വളരെ സ്ലോ ആയിട്ടാണ്. അപ്പം ബില്ല് വന്നു. ഗോബി ബിരിയാണിക്ക് 113, നൂഡിൽസിന് 113, രണ്ടും സെയിം റേറ്റാണ്. 237 നമുക്ക് വന്ന ബില്ല്. നമ്മളെ മലബാർ ഫുഡിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ണൂരുകാർക്ക് എന്താ പറയണ്ടേ, ഓക്കെയാണ് ഇതിനെ ഇവിടെ അധികം വരുന്നത്. അപ്പോൾ ഓട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ ബെറ്റർ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ആര്യാസിൽ നല്ല നല്ല ഉള്ളിവട, അതുപോലെ പരിപ്പ് വട, സമൂസ, അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നല്ല കുറേ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. സ്വീറ്റ്സൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങിയാൽ മതി. ഇതിന് ബില്ല് പേ ചെയ്യുന്നുണ്ട്. ഇവിടെ ആര്യാസിൻ്റെ അവരെ ആഡിൻ്റെ ഒരു ഇത് കാണാം, ഒരു ടി വി ഉണ്ട്. അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്ക് വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് നമുക്ക് പാർസലൊക്കെ
വാങ്ങാൻ വരുന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും പാർസലൊക്കെ. പോവാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങാൻ പോയിരുന്നു. പുറത്ത് വന്നപ്പോൾ നമ്മുടെ വണ്ടി ഭ്രാന്തന്മാർക്ക് അപ്പോൾ ഇവിടെ 2 പജേറോ അടുത്തടുത്ത് നിർത്തിയിട്ട് കാണാം. പണ്ടത്തെ പുലിക്കുട്ടികളാണ്, നമ്മൾ ആമ്പിളർ എടുക്കുന്ന വണ്ടിയാണ് പജേറോ. അപ്പോൾ നമുക്കിനി പോവാം. നമുക്ക് ഇനി കാക്കനാട് വാട്ടർ മെട്രോയിലൊക്കെ നമ്മൾ പോകുന്നു. അവിടെ ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ വാട്ടർ മെട്രോ വഴി ആണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേ റോഡാണ്. ഒരു സൈഡിലും മരങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ടോ, അടിപൊളിയല്ലേ? രാവിലെയും വൈകുന്നേരം കുറേ ആൾക്കാർ ഇതിലൂടെ നടക്കാറുണ്ട്. അതെ അതെ, ഞാനതുപോലെ രാവിലെ ഇവിടെ നടക്കാറുണ്ട്. കുറേ ആൾക്കാരും ഉണ്ടാവും. നല്ല രസം. നമുക്ക് കുറേ വയസ്സായ പ്രായമുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ ഓടുന്നുണ്ടാവും. അതൊക്കെ നമ്മുടെ പോലത്തെ ഏജിലുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനും. ഇത് നോക്കണേ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലൊക്കെ രാജഗിരി അതെ, പണം. ഇപ്പൊ ഇവിടെ നമ്മളെ രാജഗിരി കോളേജ് അറിയാലോ നിങ്ങൾക്ക്, അത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടേക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കോളേജിലേക്കുള്ള റൂട്ട്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇവിടെ ATM കൗണ്ടർ ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ. ഇവിടെ വണ്ടികളെല്ലാം 2 സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. പോകുന്നത് കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. അതെ, അവിടെ ബൈക്ക് വെച്ചിട്ട് നമ്മൾ പോകും. എന്താണെന്ന് വെച്ചാൽ ബൈക്ക് എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. മഴ, നല്ല മഴയാണല്ലോ. ബ്ലോഗും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ ചിലപ്പോൾ ഊബറൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ബൈക്ക് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇടം വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാമല്ലോ. അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോകാൻ തീരുമാനിച്ചത്. സോ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേൻ്റെ ബാക്ക് ഗേറ്റ്. നമുക്ക് ലെഫ്റ്റ് ആവണം. അതെ, ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇതാ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. റൈറ്റ് സൈഡിലേക്കാണ്. കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് ഇതാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ റോഡ്. ഇവിടേക്ക് എന്തൊക്കെയോ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് പോയാൽ നമുക്ക് അതിൽ കയറാൻ പറ്റും. അവിടെ ഒരു വാട്ടർ മെട്രോ വന്നിട്ടുണ്ട്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ നമുക്ക്. ഇത് എത്ര മണി വരെ ഏട്ടാ? രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ? 8 മണി മുതൽ 6 മണി വരെ. ഓക്കെ ഓക്കെ. അവിടെ സ്റ്റേഷൻ, ഇവിടെ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട് റോഡിന്റെ. ഇവിടെ കണ്ടോ സൈക്കിളൊക്കെ ഉണ്ട്. മൈ ബൈക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പരിപാടി അല്ലേ. പിന്നെ കണ്ടോ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ നിലത്തിൻ്റെയും കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ പണിയാണ്. അപ്പോൾ കട്ടകളൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പം നമ്മളിവിടെ വാട്ടർ മെട്രോ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിലുള്ളത്. നമുക്ക് പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുക്കാം. എക്സ്ക്യൂസ് മീ, 2 ആൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ സ്കാൻ ചെയ്യാം. ഇവിടെ പച്ചത്തും വാക്ക് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് നമ്മൾ വാട്ടർ മെട്രോയിലൊക്കെ കയറുന്നു. താങ്ക് യു. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ മനോഹരമായ കാക്കനാടിലെ കായലാണ്. വേണ്ട, നല്ല രസമില്ലേ. വാട്ടർ മെട്രോ ഇതാ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പോയി കയറാം. നമ്മളിപ്പോൾ പോകുന്നത് വൈറ്റ്ലയിലേക്കാണ്. കാക്കനാട് വൈറ്റ്ല റൂട്ടിലാണ് ഇപ്പോൾ ഈ വാട്ടർ മെട്രോ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലൊക്കെ ഉണ്ട്. നമ്മളിപ്പം കയറുന്നത് വൈറ്റിലേക്ക് പോകുന്നതാണ്. ഹായ്, ഇതാണ് വാട്ടർ മെട്രോ. നിങ്ങൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. ഇവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമുക്ക് ഇനി പോയിട്ട് അവിടെ ഇരിക്കാമോ? നല്ല AC ബോട്ടാണ്. അതുകൊണ്ട് നമുക്ക് വേർപ്പോ കാര്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെറിയ പൈസയേ ഉള്ളൂ. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുന്ന് വൈറ്റിലേക്ക്. നോക്കിയാൽ നിങ്ങൾ എല്ലാവരും നല്ലോണം, അധികം ആളൊന്നുമില്ല. മഴയായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഫോൺ ചാർജ് ചെയ്യേണ്ട സോക്കറ്റൊക്കെ ഇവിടെയുണ്ട്. അതാണ് കാക്കനാട് സ്റ്റേഷൻ. അപ്പോൾ കാക്കനാട് സ്റ്റേഷൻ നമ്മളെ വാട്ടർ മെട്രോ വിട്ടു. നമ്മളെ കൊച്ചിയിലെ കായലിലെ ഭംഗിയുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് ചീനവലയുടെ ഒരു നാടല്ലേ. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ ചീനവലയും ഈ യാത്രയിൽ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ്ല സ്റ്റേഷനിലെത്തി, വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ ഒരു സ്പെയർ ബോട്ടേയും കാണാൻ പറ്റും വാട്ടർ മെട്രോയുടെ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. ഇതാണ് വൈറ്റ്ല വാട്ടർ മെട്രോ ഹബ്ബ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മളത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെട്രോ ചാർജ് ചെയ്യേണ്ട സംഭവം ഇത്. നമുക്കിനി സ്റ്റേഷനിൽ പുറത്ത് എക്സിറ്റ് ചെയ്യാം. ഇതിലൂടെ നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്താൽ മതി. ഇവിടെ കാണാൻ പുറത്തേക്കുള്ള വഴിയിൽ നിന്ന് സ്ട്രെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് വൈറ്റിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി. ഇവിടെ ഒരു ഗ്രീൻ ഇത് വരും. ഇത് വാക്ക് ചെയ്യാം.
എന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഇവിടെ ഇടാം. എന്നാൽ അടുത്ത ആൾക്കാർക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിനി ഇവിടെ നേരെ മെട്രോ ട്രെയിനില്ലേ നേരെ കളമശ്ശേരിയിലേക്ക് പോകുന്നത് ഡെക്കാത്ലോണില്ലേ. നമ്മൾ മെട്രോ സ്റ്റേഷൻ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ വൈറ്റ്ല ഹബ്ബാന്ന് ബസ് സ്റ്റാൻഡാണ്. നമുക്ക് പോകേണ്ടത് അത് അവിടെയാണ്. മെട്രോ ട്രെയിൻ ഇതാണ് നമ്മളെ വൈറ്റിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതാണ് നമ്മളെ വൈറ്റിലുള്ള മെട്രോ സ്റ്റേഷൻ. നമുക്ക് ഉള്ളിൽ പോയി ടിക്കറ്റ് എടുക്കാമല്ലോ. ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നുണ്ട്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്. നമ്മുടെ എക്സ്കലേറ്ററിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വേണ്ടി നിന്നിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം ആൾക്കാരും റൈറ്റ് സൈഡിലും നിൽക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നടന്നു പോകേണ്ട വഴിയാണ് ആൾക്കാർക്ക്. അത് ശരിക്കും താഴെ നമ്മൾ ശരിക്കും എഴുതണം വാക്ക് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്. ദുബായിലൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണെന്ന് അങ്ങനെ അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ആവും. നമ്മളിതാ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അതാണ് വാട്ടർ മെട്രോ. ആ വാട്ടർ മെട്രോയിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ടേ. ഇവിടെ ബോർഡിൻ്റെ ഉണ്ടോ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് വന്നു ട്രെയിൻ. ഇതാണ് മെട്രോ. നമുക്ക് വിജന ഇവിടെ കയറാം. വിജിന അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്നു. നമ്മളെ വാട്ടർ മെട്രോൻ്റെ അതേ തീമിലാണ് ഈ ഒരു ട്രെയിനും ഉള്ളത്. മെട്രോയിൽ നമുക്ക് ഇവിടെ ഓരോ സ്ഥലം എവിടെ എത്തി ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്തത് ഇതുണ്ട് എളംകുളമാണ് അടുത്തത് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് നല്ലതാണ്. എല്ലാ ഡോറിൻ്റെ അടുത്തും ഈ ഒരു ഡിസ്പ്ലേ ഉണ്ട്. നമുക്കിത് കളമശ്ശേരിയാണ് പോകേണ്ടത്. ഇവിടെയാണ് നമുക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് സ്റ്റോപ്പെല്ലാം എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ എടപ്പള്ളി എത്താൻ പോവുകയാണ്. ഇപ്പം ഇത്ര ആൾക്കാരുള്ളത് ഈ ഒരു ട്രെയിനിൽ. ഇവിടെ എത്ര പാട് ആൾക്കാർ ഇറങ്ങും നമുക്ക് നോക്കാം. ആ കാണുന്നത് നമ്മുടെ ലുലു മാൾ. ഇതാണ് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. ആൾക്കാർ തിരക്കുണ്ടോ? ആൾക്കാർ ഇറങ്ങുന്നുണ്ടോ? കുറേ ആൾക്കാർ ഇറങ്ങി. കുറേ ആൾക്കാർ അതേപോലെ കയറുന്നുണ്ട്. കളമശ്ശേരി എത്തി. അവിടെ വന്ന മെട്രോ പോവുകയാണ്. നമുക്കിനി പുറത്ത് പോവാം. നമ്മളിനി ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടെ മെട്രോന്ന് പുറത്തിറങ്ങാൻ പോയിന്ന്. നമുക്ക് ആദ്യം മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങാം. എന്നിട്ട് നമുക്കൊരു ഊബറോ അല്ലെങ്കിൽ ഓട്ടോ ആക്കിയിട്ട് ഈ ടിക്കറ്റ് ഇവിടെ ഇടാം. റീയൂസബിളാണ്. പുറത്തേക്കുള്ള വഴി ഇങ്ങോട്ടാണ് റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ പുറത്തിറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് കാണുന്നത്. നമുക്ക് ആദ്യം എവിടെയെങ്കിലും ഒരു ഓട്ടോ ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യാം. ഞാൻ അവിടെ ഗൂഗിൾ മാപ്പിൽ നോക്കി അത്രേ ദൂരമേ ഉള്ളൂ. നമുക്ക് ഒരു ഓട്ടോ പിടിക്കാം. ഒരു ഓട്ടോ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ഡെക്കാത്ലോൺ പോവാം. എത്രയാവും? 50. അപ്പോൾ നമുക്കൊരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഒരു 50 രൂപ പറഞ്ഞേ. നമ്മൾ ശരിക്കും മെട്രോയിൽ വന്ന് നന്നായി. എന്താ വെച്ചാൽ നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് കുടുങ്ങി പോയായിരുന്നു. മെട്രോ ട്രെയിനും വാട്ടർ മെട്രോ ആകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ട്രാഫിക് ഒന്നും പ്രശ്നമില്ലല്ലോ. നമ്മൾ അങ്ങനെ വന്നാൽ എന്തായാലും നന്നായി. നമ്മളിപ്പോൾ ഡെക്കാത്ലോണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇവിടെ മതി. താങ്ക് യു. താങ്ക്സ്. അപ്പോൾ നമ്മളിതാ ഡെക്കാത്ലോണിൽ എത്തിയിട്ടുണ്ട്. വിജിനെ ഇനി അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയില്ലേ? തണുപ്പിന് ഇടും. -3 മൈനസ് പോകുന്നില്ല. ഒരു 5, 6 അങ്ങനെ 10 ആ റേഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണൂരൊക്കെ നോക്കിന്. അപ്പോൾ വുഡ്ലാൻഡിലൊക്കെ നല്ല റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഡെക്കാത്ലോണിൽ ഇപ്പോൾ ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല ജാക്കറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ. ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. വാ, ഇതാണ് ഡെക്കാത്ലോണിൻ്റെ എൻട്രി. ഇതാണ് നമ്മുടെ സ്പോർട്സിൻ്റെ ഫുൾ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ജില്ലിങ് ചെയ്യാൻ വേണ്ടി എന്താ തിരക്ക് നിങ്ങൾ നോക്കിയാൽ അത്രയ്ക്ക് വാഴുണ്ട്. ഒന്നാമത് ഇന്ന് ഇതുമല്ലേ സാറ്റർഡേ അല്ലേ. ഇവിടെ പല ഐറ്റംസ് ഉണ്ട്. ബാഗ്സ്, അതേപോലെ ടർക്കീസ്, അതിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കേണ്ട മക്കൾ കളിക്കേണ്ട ബോളെല്ലാം കണ്ട സോഫ്റ്റ് ആണ്. അതായത് സോഫ്റ്റ്, ഇത് സോഫ്റ്റ് ആണ് ബാറ്റ്. ഇതാകുമ്പോൾ വെച്ചാൽ കുട്ടികൾക്ക് വേദന ഒന്നും ആവില്ല. അപ്പോൾ ആ രീതിയിലുള്ള സോഫ്റ്റ് ബാറ്റ്, സോഫ്റ്റ് ബോൾ. പിന്നെ ക്രിക്കറ്റിൻ്റെ ബാറ്റ്സ് ഒക്കെ ഇല്ലേ, ബാറ്റ്, അതുപോലെ അവരെ ജേഴ്സീസ് വേണ്ട. അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. സൈക്കിളൊക്കെ ഓടിച്ച് നോക്കുന്നുണ്ടോ ഓരോ ആൾക്കാർ. അതുപോലെ ഈ ഒരു ഇതുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതുപോലത്തെ സ്കൂട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി നിങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ. ഇവിടെ ഈ ഭാഗം എന്ന് വെച്ചാൽ ഫുള്ള് ഇതിൻ്റെയാണ്. ബൈക്സ്, നമ്മുടെ സൈക്കിൾസിൻ്റെ മാത്രമുള്ള ഒരു സ്ഥലമാണ് ഇതിവിടെ. എല്ലാ മോഡൽ സൈക്കിൾസും ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻസിൻ്റെ കളക്ഷൻസാണ്. ഇത് ഫുള്ളായിട്ട് ഷൂസിൻ്റെ മാത്രമുള്ള കളക്ഷൻസാണ്. ഇതൊരു പോർഷൻ ഫുള്ളായിട്ട്. ഇവിടെ നമ്മൾ ടെന്നീസ് അല്ലേ, ടെന്നീസിൻ്റെ ബാറ്റും ബോളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഷോക്സ്, അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു കളക്ഷൻസാണ്. പിന്നെ നമ്മൾ കടലിലൊക്കെ നീന്തുകയൊക്കെ ചെയ്യില്ലേ, അതിന് യൂസ് ചെയ്യുന്ന ഗ്ലാസസും, നമ്മൾ നീന്താനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷൂസ്, അതേപോലെ ലൈഫ് ജാക്കറ്റ്സ്,
അങ്ങനെ സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളക്ഷൻസാണ് ഈ ഭാഗത്തുള്ളത്. ടെന്നീസ് ബോളൊക്കെ ഉണ്ടോ, 79 ഉള്ളൂ, 79. ഇവിടെ നമുക്ക് ഷട്ടിൽ ബാറ്റും അങ്ങനത്തെ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഷട്ടിൽ കളിക്കുമ്പോഴുള്ള നമ്മുടെ ജേഴ്സീസ് ഒക്കെ ഇല്ലേ. ഇവിടെ നമുക്ക് നമ്മളെ ഫേവറേറ്റ് ഫുട്ബോളില്ലേ, ഫുട്ബോളിൻ്റെ ബൂട്ടും കാര്യമില്ലായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ. എല്ലാത്തരം കുറേ ബൂട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ബോളെല്ലാം കണ്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ഫുട്ബോൾ ജേഴ്സീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇപ്പോൾ യൂറോ കപ്പും അതൊക്കെ വരുന്നില്ല, യൂറോ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ ഇതല്ലോ അല്ലേ, കോപ്പ അമേരിക്ക ഒക്കെ വരുന്നില്ല, അപ്പം എല്ലാ ജേഴ്സീസും വരുന്ന വിചാരിക്കും. ഇവിടെ നമുക്ക് ബാസ്കറ്റ് ബോളിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് കാണാം. ബാസ്കറ്റ് ബോളിൻ്റെ ആ ജേഴ്സീസും കാര്യമൊക്കെ. സ്പോർട്സിന് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡെക്കാത്ലോണിൽ. ട്രാവലേഴ്സിന് പറ്റിയ കുറേ ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് ബാഗ് അല്ലല്ലേ, അതെല്ലാം ഉണ്ട്. നല്ല അടിപൊളി ബാഗ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേഴ്സസ് ഒക്കെ ഇല്ലേ, ചെറിയ പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതില്ലേ, ചെറിയ ടേബിള്, അതേപോലെ നല്ല അടിപൊളി ടെൻറ്റ്. ഒരു ടെൻറ്റൊക്കെ ഉണ്ടോ, 2500 ഈ ഒരു ടെൻറ്റ്. ഇതേപോലത്തെ കുറേ കസേലയൊക്കെ ഉണ്ട്, മീൻസ് ചെയറൊക്കെ. ബാക്ക് പാക്കേഴ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഓരോ സ്ഥലത്തും വാങ്ങിയിട്ട് നേരെ ഇവിടെ വന്നാൽ മതി. നമ്മുടെ ഡെക്കാത്ലോണിലെ ട്രയൽ റൂം ആട്ടോ ഇത്. ഇത്രപ്പാടുണ്ട് ട്രയൽ റൂം. വിജിന് ഈ ഒരു ജാക്കറ്റ് എടുത്തേട്ടോ, ഇത് 399 ആണ്. ഇത് -10 വരെ ഈ ജാക്കറ്റ് വാങ്ങും. പിന്നെ അതേപോലെ തന്നെ ക്യാപ്പ് ചെയ്താണ് എടുത്തത്. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിന്, ട്രാക്ക് സ്യൂട്ട് അങ്ങനത്തെ അല്ലോ അല്ലേ, തണുപ്പ് വരുന്നത്. പിന്നെ ഇന്നേഴ്സ്, പാൻസ്, പിന്നെ ടീഷർട്സ് അങ്ങനത്തെ ഒക്കെ എടുത്തിന്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എടുത്താൽ മതി. എല്ലാ ഐറ്റംസും ഉണ്ട് ഡെക്കാത്ലോണിൽ. അവിടെ വന്നിട്ട് വിജിന് ഇത് ഇവിടെ ഇരുന്നു പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് മടുത്തുപോയി. ഇതാണ് ഇവിടുത്തെ ബില്ലിങ്. നമുക്ക് ഇവിടുന്ന് ബില്ല് ചെയ്യാലോ. ഫസ്റ്റ് വൺ ക്ലോസ്ഡ് ആണ്, സെക്കൻഡ് വൺ ഓപ്പൺ, തേർഡ് വൺ ഓപ്പൺ, ഫോർത്ത് വൺ ക്ലോസ്ഡ് ആണ്. ഇത്രത്തോളം ബില്ല് ചെയ്യാനുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. 278001. അതെ, സുവിൻ. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വരും. ട്രയൽ ചെയ്ത് അത് ജസ്റ്റ് ഐറ്റം ഇവിടെ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായിട്ട് ഇവിടെ നമുക്ക് ഓരോരോ ഐറ്റം കാണാൻ പറ്റും. വേറെ സ്കാൻ ചെയ്യലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ബാസ്ക്കറ്റിനടുത്ത് ഇവിടെ വെക്കുകയുണ്ട്, ഓട്ടോമാറ്റിക് സ്കാനായി ഇൻസേർട്ട്. 2000 രൂപ. ആ ഇല്ല, കംപ്ലൈൻസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ക്ലീൻ. ഓക്കെ, ഇപ്പം തന്നെ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെസ്സേജ് വന്നു. താങ്ക് യു. ഓക്കെ, സെക്യൂരിറ്റി ചേട്ടൻ ഇത് കവറിലിട്ടിരുന്നു പറഞ്ഞേ. വിജിനെ അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവളെ കൊണ്ട് കവറിടിക്കാം. കവറിലേക്ക് ഇടുക. വിജിനെ ഇവിടുന്ന് ടയേർഡായി പോയി, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വിജിനെ ടയേർഡായി. അപ്പം നമുക്ക് നീ നോക്ക്, അല്ലെങ്കിൽ നമുക്കൊരു കവറും കൂടി വാങ്ങാം. അപ്പം നമ്മളിതാ ഡെക്കാത്ലോണിൽ ഇറങ്ങുകയെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ടയേർഡായി പോയി. ഇതാ വിജിനെ ഇതാ ഫുൾ സാധനമൊക്കെ വാങ്ങി, അവള് ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഡെക്കാത്ലോൺ സാധനങ്ങളൊക്കെ വാങ്ങി. വിജിനക്ക് നല്ലൊരു ജാക്കറ്റ് വാങ്ങി. -10 ഡിഗ്രി വരെ പോകും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ പറയുന്ന പോലെ അതിലേക്കും കൂടി ഞെക്കിക്കോ.